നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള പോലീസിനെ എയറിൽ നിർത്തി. പാർട്ടി ഭരിക്കുമ്പോൾ കുട്ടി സഖാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുപ്പിച്ച് ആ എഫ്ഐആർ കോപ്പി കയ്യിൽ വാങ്ങി വായിച്ചു. ഒടുവിൽ ഒരൊറ്റ കോളിൽ കേന്ദ്രസേനയെ വരെ ഇറക്കിച്ചു. പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനും SFIക്കാരുടെ അഴിഞ്ഞാട്ടത്തിനും കടിഞ്ഞാണിടാൻ വകുപ്പുണ്ടെന്ന് കാണിച്ചു കൊടുത്തു. നീയൊക്കെ പോയി ആരിഫ് ഖാന്റെ കക്കൂസ് കഴുകട എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിട്ട് കേരള പോലീസിനെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ അപമാനിച്ചത് എല്ലാ മലയാളികൾക്കും ഓർമ്മയുണ്ട്. ഞാഞ്ഞൂൽ നേതാക്കളുടെ മുന്നിൽ വരെ ഓച്ചാനിച്ച് നിൽക്കണം കേരള പോലീസിന്. ഗതികേട് കൊണ്ട് കേട്ടു നിൽക്കേണ്ടി വരുന്ന എത്രയോ പാവം പോലീസുകാരുണ്ട്. കർമ്മനിരതരായവർ. അവരെ ജോലിയെടുക്കാൻ സമ്മതിക്കാത്ത കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പിനിട്ടാണ് ആദ്യ വെടിപൊട്ടിച്ചത്. പിന്നെ SFIക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന മറ്റൊരു കൂട്ടം പോലീസുമുണ്ട്. അങ്ങനെ കാക്കി കൂട്ടത്തെ മുൾമുനയിൽ നിർത്തിയാണ് CPMന്റെ നെഞ്ചിൽ ചവിട്ടി ആരിഫ് ഖാൻ കേരള പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചത്. അതും ജാമ്യമില്ലാ വകുപ്പിട്ടാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ആർഷോ വന്ന് കരയുന്നുണ്ടായിരുന്നു. FIRൽ ജാമ്യമില്ലാ വകുപ്പുകൾ ഇട്ടതോടെ അറസ്റ്റിലായ SFIക്കാരെ പോലീസിന് റിമാൻഡ് ചെയ്യേണ്ടി വരും. തന്നെ ആക്രമിച്ചു എന്ന് ഗവർണർ നുണ പറയുന്നു. ഗവർണർ എല്ലാ സാധ്യതകളും ഉപയോഗിക്കട്ടെ. കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാലും സമരം മുന്നോട്ടു പോകും. ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ്. കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരെ 124 ചുമത്തിയതിൽ വലിയ വിമർശനമുണ്ട്. അത് ചുമത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും ആർഷോയുടെ രോദനം. ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചാണ് കാറിന് പുറത്തിറങ്ങിയത്. അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും SFI കരച്ചിലോട് കരച്ചിൽ. കേന്ദ്രസേന വന്നാലും ഞങ്ങൾക്കത് വിഷയമല്ല എന്നാണ് ആർഷോ വീമ്പിളക്കിയിരിക്കുന്നത്. കുട്ടി സഖാക്കളെ ഗവർണർ എടുത്തുടുത്തതിന്റെ കലിപ്പാണ് ആർഷോയ്ക്കുള്ളത്. CPMന് സ്കോർ ചെയ്യാൻ വേണ്ടി SFI കളിച്ചതാ. പക്ഷെ സംഭവം കൈവിട്ടുപോയി. അതിലും വലിയ കോമഡി, രാജ്ഭവനിൽ കേന്ദ്രസേന ഇറങ്ങിയ സംഭവം വാർത്തയാകാതിരിക്കാൻ, മാധ്യമങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ 6 മണിക്ക് മുഖ്യമന്ത്രി തിരക്കിട്ടൊരു വാർത്താ സമ്മേളനം വിളിപ്പിച്ചു. പക്ഷെ അവിടെയും തോൽവി. മാധ്യമങ്ങൾ മുഖ്യന്റെ വാർത്താ സമ്മേളനത്തെക്കാൾ ചർച്ചയാക്കിയതും ലൈവ് കൊടുത്തതും രാജ്ഭവനിലെ കേന്ദ്ര നീക്കമായിരുന്നു. കേരള രാജ്ഭവന്റെ സുരക്ഷയ്ക്കായി CRPF സംഘമെത്തി ദൌത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്ഭവന്റെ മുന്നിൽ 8 CRPF ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ജോലി ഏറ്റെടുത്തത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിന് പിന്നാലെയാണ് നടപടി. 30 CRPF ജവാന്മാരാണ് രാജ്ഭവനിലേക്ക് എത്തിയത്. SPG സുരക്ഷയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയാണ് Z+ കാറ്റഗറി സുരക്ഷ. ഈ സുരക്ഷാ സംവിധാനത്തിൽ CRPF കമാൻഡോകൾക്കൊപ്പം 55 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. മുഴുവൻ സമയവും ഈ സംഘം സുരക്ഷയൊരുക്കും. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകളുടെ അധിക പരിരക്ഷയും നൽകും. സുരക്ഷാ സംവിധാനത്തിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനവും 3 ഷിഫ്റ്റുകളിലായി എസ്കോർട്ടും ഉൾപ്പെടും. 2022 വരെ 45 പേർക്കാണ് രാജ്യത്ത് Z+ കാറ്റഗറി സുരക്ഷ ഉണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിക്കും ഈ സുരക്ഷാ സംവിധാനമാണ്. ആരിഫ് ഖാന് കേരള പോലീസിന്റെ സുരക്ഷ ഇനി ഉണ്ടാകില്ലെന്നാണ് വിവരങ്ങൾ.